തന്നെയാണ്. അതിനാൽ തന്നെ വളരെ ആകാംക്ഷയോടുകൂടി തന്നെയായിരിക്കണം നമ്മൾ ഈ ഒരു ഫലപ്രഖ്യാപനത്തെ നോക്കി കാണേണ്ടത്. NDAക്ക് എത്ര സീറ്റ് വരെ ലഭിക്കും? 5 സീറ്റ് വരെ ലഭിക്കുമോ, അതോ 1ലേക്ക് താഴുമോ, അതോ ഇനി 0ലേക്ക് വീണ്ടും എത്തുമോ എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ തവണ പാലക്കാട് ഇഞ്ചോടിഞ്ച് ലാസ്റ്റ് മൊമെന്റ് വരെ ഒരു ക്ലൈമാക്സിൽ ഒരു ആവേശം സമ്മാനിച്ച പോരാട്ടം തന്നെയാണ് പാലക്കാട് സംഭവിച്ചത്. 737 വോട്ടുകൾക്ക് ആദ്യ രണ്ട് റൗണ്ട് പൂർത്തിയാകുമ്പോൾ ശോഭാ സുരേന്ദ്രൻ മുന്നിൽ എന്ന് പറയുന്നത് അത് അവർക്ക് അത്ര സേഫ് അല്ല. ഫസ്റ്റ് റൗണ്ട് സ്വാധീനമുണ്ടായിരുന്ന നഗരസഭാ മേഖലകൾ. അപ്പോൾ ഈ നഗരസഭാ മേഖലകളിൽ നല്ല രീതിയിലുള്ള ഒരു വോട്ട് ഉയർത്താമായിരുന്നു. അല്ലെങ്കിൽ പേടിക്കേണ്ടിയിരിക്കുന്നു, നെഞ്ചെടുപ്പ് ഏറേണ്ടിയിരിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ അത്ര സേഫ് അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് മലപ്പുറത്ത് ചുമ്മാ പറഞ്ഞു പോകാം. 14,162 വോട്ടുകൾക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി മുന്നിലാണ്. 14,162 വോട്ടുകൾക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി മുന്നിലാണ്. ഇപ്പോൾ നമുക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ എറണാകുളം മണ്ഡലത്തിൽ അസാമാന്യ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അതായത് തൃപ്പൂണിത്തുറ ദീപക് ജോയ് 4,400 വോട്ടുകൾക്ക് മുന്നിൽ, എറണാകുളത്ത് TJ വിനോദ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ, തൃക്കാക്കരയിൽ 7,255 വോട്ടുകൾ, കുന്നത്തനാട് VP സജീന്ദ്രൻ 4,100. ഇതൊക്കെ ഔദ്യോഗിക ഫലമാണ്. 2ാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടൻ 10,000-ന്റെ അടുത്തേക്ക് ഭൂരിപക്ഷം എത്തിച്ചിരിക്കുന്നു. 4 റൗണ്ട് പൂർത്തിയാകുമ്പോൾ അത് ഒരുപക്ഷെ 20K+ പോയാൽ പോലും അത്ഭുതമില്ല. അവിടെ ഭൂരിപക്ഷം അല്പം ഒന്ന് കുറഞ്ഞു നിൽക്കുന്നു. അവിടെ കാര്യമായിട്ട് ഒരു അപ്ഡേഷൻ ഇപ്പോൾ വരാത്തത് കൊച്ചിയിൽ നിന്നാണ്. മുഹമ്മദ് ഷിയാസിന്റെ മണ്ഡലം 1 റൗണ്ട് പൂർത്തിയായതിന്റെ ഔദ്യോഗിക വിവരം മാത്രമേ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. അവിടെ 832 വോട്ടുകൾ മാത്രമാണ് അവിടെ മുഹമ്മദ് ഷിയാസ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ AKM അഷ്റഫ് മഞ്ചേശ്വരത്ത് 6,574 വോട്ടുകൾക്കാണ് AKM അഷ്റഫ് മഞ്ചേശ്വരത്ത് മുന്നിൽ നിൽക്കുന്നത്. അത് അവർ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ദീപക് ജോയ് 4,498 വോട്ടുകൾക്ക് മുന്നിൽ എന്ന ഇതാണ് വരുന്നത്. തളിപ്പറമ്പിൽ ശ്യാമള പിന്നിലാണ്. ശ്യാമള ഒരു വേള മുന്നിലായിരുന്നു. ശ്യാമള മുന്നിലായിരുന്നു. ഇപ്പോൾ പിന്നോട്ട് പോയിരിക്കുകയാണ്. ധർമ്മടത്ത് VP അബ്ദുൾ റഷീദ് 2,077 വോട്ടുകൾക്ക് മുന്നിലായി തുടരുന്നു. ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കിൾ 1,098 വോട്ടുകൾക്ക് മുന്നിലായി തുടരുന്നു. LDF 45 സീറ്റുകളിൽ മുന്നോട്ട് നിൽക്കുന്നു. UDF 92 സീറ്റുകളിൽ UDF മുന്നോട്ട് നിൽക്കുന്നു. 100ലേക്ക് എത്തുമോ എന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു. 3 സീറ്റുകളിൽ NDA സജി ചെറിയാൻ മുന്നിൽ തന്നെയാണ്. 1,269 വോട്ടുകൾക്ക് സജി ചെറിയാൻ മുന്നിൽ. മഞ്ചേശ്വരത്ത് നിന്ന് നോക്കുക. മഞ്ചേശ്വരത്ത് 1ാം സ്ഥാനത്ത് ലീഗാണ്. AKM അഷ്റഫ് 13,000-ഓളം വോട്ടുകൾ. 2ാം സ്ഥാനത്തേക്ക് K സുരേന്ദ്രൻ 7,000-ഓളം വോട്ടുകൾ. LDF-നാണ് വലിയ രീതിയിലുള്ള തകർച്ച സംഭവിച്ചത്. KR ജയാനന്ദ വെറും 2,066 വോട്ടുകൾ മാത്രമാണ് 2 റൗണ്ട് പൂർത്തിയാകുമ്പോൾ മഞ്ചേശ്വരത്ത് അവർക്ക് ലഭിക്കുന്നത്. ഇനി ലീഗിന് ലഭിച്ച സീറ്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം. 20ഓളം സീറ്റുകളിലാണ് ഔദ്യോഗികമായിട്ട് അവർ മുന്നിട്ട് നിൽക്കുന്നത്. ലീഗിന്റെ 20ഓളം സീറ്റുകൾ മഞ്ചേശ്വരം, കാസർഗോഡ്, കുറ്റ്യാടി, പേരാമ്പ്രയൊക്കെയാണ് അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നത്. കോഴിക്കോട് സൗത്ത് ഫൈസൽ ബാബു, അത് MK മുനീറിന്റെ മണ്ണായിരുന്നു. കുന്നമംഗലം MA റസാഖ്, അത് അവർ തിരിച്ചുപിടിച്ചിരിക്കുന്നു. കൊടുവള്ളി അവരുടെ സിറ്റിംഗ് സീറ്റാണ്. തിരുവമ്പാടി തിരിച്ചുപിടിച്ചിരിക്കുന്നു. കൊണ്ടോട്ടി സിറ്റിംഗ് സീറ്റ്. എറണാട്, മഞ്ചേരി, പെരിന്തൽമണ്ണയൊക്കെ കഴിഞ്ഞ തവണ വെറും 38 വോട്ട് അല്ലെ 38 വോട്ടുകൾക്കാണ് പെരിന്തൽമണ്ണ. ഇത്തവണ 5,876 വോട്ടുകൾക്ക് നജീബ് കാന്തപുരം മുന്നിട്ട് നിൽക്കുന്നു. മങ്കട സിറ്റിംഗ് സീറ്റാണ്. മലപ്പുറം സിറ്റിംഗ് സീറ്റാണ്. വേങ്ങര സിറ്റിംഗ് സീറ്റാണ്. വള്ളിക്കുന്ന്, തിരൂരങ്ങാടി സിറ്റിംഗ് സീറ്റാണ്. ഈ പറയുന്ന പോലെ തിരൂര് ക്ലീൻ സ്വീപ്പാണ്. മലപ്പുറം കളമശ്ശേരി, പൊന്നാനി മാത്രം. പൊന്നാനി പക്ഷേ എനിക്കൊന്ന് കോൺഗ്രസ് ആണ് അവിടെ നിന്നത്. കോൺഗ്രസ് മുന്നിലാണെന്നൊരു വാർത്ത വരുന്നുണ്ട്. പൊന്നാനി മാത്രമേ നമുക്ക് ഒരു ആശങ്കപ്പെടുന്ന കാര്യമുള്ളൂ. തവനൂർ വരെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ UDF-നെ സംബന്ധിച്ച് മലപ്പുറം ജില്ല എന്ന് പറയുന്നത് കൈപ്പിടിയിൽ ഒതുക്കുന്ന രീതിയിൽ തന്നെ. വടകരയിൽ KK രമ 5,456 വോട്ടുകൾക്ക് മുന്നിലാണ്. 5,546 വോട്ടുകൾക്ക് മുന്നിലാണ് എന്നുള്ള വാർത്തയാണ് വരുന്നത്. മാനന്തവാടി ഉഷാ വിജയൻ UDF 386 വോട്ടുകൾക്ക് മുന്നിൽ എന്നുള്ളതാണ്. 93ലേക്ക് UDF ഉയർന്നിരിക്കുകയാണ്. 93 സീറ്റുകളിലാണ് ഇപ്പോൾ. എടുത്തു പറയേണ്ട കാര്യമുണ്ട് റോജി. പൊന്നാനിയിൽ വർഷങ്ങൾക്ക് ശേഷം കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മുന്നേറ്റം കാഴ്ചവെക്കുന്നു. 703 വോട്ടുകൾക്ക് KP നൌഷാദ് അലി അവിടെ മുന്നിൽ നിൽക്കുകയാണ്. മലപ്പുറത്ത് അപ്പോൾ 4 സീറ്റ് അവർക്ക് കോൺഗ്രസിന് തന്നെ ലഭിക്കുന്നു. നിലമ്പൂര്, വണ്ടൂര്, തവനൂര്, പൊന്നാനി. ഈ തവനൂരും പൊന്നാനിയും അവർക്ക് വർഷങ്ങളായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ 2 സീറ്റ് കോൺഗ്രസ് അഡീഷണൽ ആയിട്ട് മലപ്പുറത്ത് ലഭിക്കുന്നു. അപ്പോൾ ശക്തമായിട്ടുള്ള ക്ലീൻ സ്വീപ്പിലേക്ക് മലപ്പുറത്ത് 16 എന്ന രീതിയിലേക്ക് UDF പോവുകയാണ്. പാലക്കാട് രമേശ് പിഷാരടി മുന്നോട്ട് കയറി വന്നിരിക്കുകയാണ്. 1,427 വോട്ടുകൾക്ക് മുന്നിലേക്ക് രമേശ് പിഷാരടി വന്നിരിക്കുകയാണ്. അപ്പോൾ അത് നഗരസഭാ മേഖലകളെല്ലാം കഴിഞ്ഞു. പിയാരി മറ്റുള്ള ഭാഗങ്ങളിലേക്ക് എണ്ണി തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഇടുക്കിയിൽ UDF-ന്റെ ക്ലീൻ സ്വീപ്പ് മലപ്പുറത്ത് കണ്ടതുപോലെ ദേവികുളം, ഉടുമ്പുചല, ഇടുക്കി, തൊടുപുഴ എല്ലാം UDF-ന്, പീരുമേട് UDF-ന്. ഇനി കോട്ടയത്തേക്ക് വരുമ്പോൾ ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി, കാഞ്ഞിരപ്പള്ളി അതൊക്കെ കോൺഗ്രസ് നേടിയെടുക്കുന്നു. മറ്റ് സീറ്റുകളിൽ വൈക്കവും ഈ പറയുന്നത് പോലെ കാഞ്ഞിരപ്പള്ളി ഇപ്പോൾ കോൺഗ്രസിന്റെ പോക്കറ്റിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ വൈക്കത്ത് മാത്രമാണ് ഒരു പ്രശ്നം നിലനിൽക്കുന്നത്. വൈക്കത്തും ചങ്ങനാശ്ശേരി. ജി സുധാകരൻ ജയിക്കുകയും പിണറായി വിജയൻ തോൽക്കുകയും ചെയ്തുള്ള അവസ്ഥ. അയ്യോ, അത് ഭയങ്കര സംഭവമായിരിക്കും. ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. നമുക്ക് ധർമ്മടത്ത് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടോ എന്ന് വളരെ പെട്ടെന്ന് നോക്കേണ്ടിയിരിക്കുന്നു.
ജി സുധാകരൻ അമ്പലപ്പുഴയിൽ മുന്നിലാണ്, ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത തന്നെയാണ് മുന്നോട്ട് വരുന്നത്. ജി സുധാകരൻ അമ്പലപ്പുഴയിൽ